friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് വട റെസിപ്പിയായിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല ഷേപ്പും ഉള്ള ഉഴുന്ന് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉഴുന്ന് വടയ്ക്ക് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഉഴുന്ന് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിനി 4-5 മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ 4-5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്ത ഉഴുന്നാണിത്. നമുക്കൊന്ന് അരച്ചെടുക്കണം, നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ ജാറാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അരഞ്ഞു വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്, കാരണം നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണിത്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഉഴുന്നും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു 4-5 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഒരുപാട് ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ മതി. ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉഴുന്നുവട നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാനും കുറച്ചുകൂടി ഈസി ആവും. ഇപ്പോൾ ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിൽ ഉഴുന്നുവട ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്തൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി തള്ളവിരൽ കൊണ്ട് ചെറിയൊരു ഹോൾ നടുക്കിട്ട് കൊടുക്കാം. ഉഴുന്നുവടയുടെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഉഴുന്നുവട ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നവരെ അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. കൈ നല്ലതുപോലെ നനച്ചതിന് ശേഷം ഇതുപോലെ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ടൊരു അരിപ്പയുടെ ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വിരൽ കൊണ്ട് പതുക്കെ നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ പതുക്കെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഉഴുന്നുവടയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പും കിട്ടും. അതിൻ്റെ ഹോളും നല്ല കറക്റ്റായിട്ട് വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പുറമേ നല്ല ക്രിസ്പി ആവുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.